ഹായ്, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 22-ലാണുള്ളത് അല്ലേ? സി നോക്ക്, നമുക്കിനി 6 ദിവസമേ ബാക്കിയുള്ളൂ നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഡേ 22-ലാണ് നമ്മൾ ഇന്നുള്ളത് അല്ലേ? അപ്പൊ ഡേ 1 മുതൽക്ക് ഡേ 21 വരെയും ചെയ്തിട്ടുള്ളവര് തീർച്ചയായിട്ടും 1 to 21 ഡണ്ണ് എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലേക്ക് വന്നിട്ട് നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ പേര് തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ നമ്മുടെ ഡേ 22-ലെ മാജിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഫോർ യുവർ ഐസ്. എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, ഒരു ലൈഫ് കോച്ചാണ്. എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രാക്ടീസുകളെല്ലാം തന്നെ റോണ്ട ബേണിന്റെ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ റോണ്ട ബേൺ പറയുന്നുണ്ട്, റോണ്ട ബേൺ ചെയ്ത് നോക്കി സക്സസ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ് അദ്ദേഹം അതിലേക്ക് വിശദീകരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റിയില് റോണ്ട ബേൺ ചെയ്യാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ 10 ആഗ്രഹങ്ങൾ, ഇനി നടക്കേണ്ടുന്ന 10 ആഗ്രഹങ്ങൾ അദ്ദേഹം ഒരു പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് അതിങ്ങനെ പോക്കറ്റിൽ കൊണ്ട് നടക്കുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് വായിച്ചു നോക്കുമായിരുന്നു. എന്നിട്ട് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ഓരോ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യും. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ആ സമയത്ത് തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അദ്ദേഹം ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടും അതിൽ നിന്ന് ഒരുപാട് സക്സസ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നതായിട്ടും ഒക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു വലിയ വീട്, കടലിനോട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു വീട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. അത് അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് അത് അദ്ദേഹം കൂടെ വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതൊക്കെയും അദ്ദേഹം ഈ ഒരു മാജിക്കൽ പ്രാക്ടീസിലൂടെ അദ്ദേഹം ഹീൽഡാക്കി എടുത്തു. അതൊക്കെ നല്ല പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് ആണ് എന്ന് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരുടെ ജീവിതത്തിലും വെളിച്ചം പകരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ആ വിഷ്വലൈസേഷൻ എല്ലാം അത് റിയാലിറ്റി ആയി മാറിക്കഴിഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് നടക്കേണ്ടുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള 10 ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ഓരോ കാര്യങ്ങളും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അത് നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾ താങ്ക് യു പറയുക, നന്ദി പറയുക. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും എത്രയും പെട്ടെന്ന് തന്നെ. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി അതിങ്ങനെ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുവോ അത്രത്തോളം ഇതായിട്ട് നിങ്ങളുടെ മൈൻഡ് അത് നമ്മളിലേക്ക് ആകർഷിച്ച് ഓരോരോ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് നമ്മളിലേക്ക് വന്നിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതൊരു ഫാക്റ്റ് ആണ് കേട്ടോ. അതൊരു ലോ ഓഫ് അട്രാക്ഷന്റെ തിയറിയാണ്. അത് ആർക്കും മാറ്റി എഴുതാനൊന്നും പറ്റില്ല. ഇനി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വന്ന് സംസാരിക്കണം. അതാ വേണ്ടത്. ശരിക്കും ഇതൊക്കെ നടക്കുവോ നടക്കത്തില്ലയോ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ പകുതി വഴിയിൽ നിന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് യാതൊരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം ആ കാര്യത്തിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും ചെയ്യും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
എല്ലാവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലൊന്നും തളർന്നു നിൽക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് ആർജിക്കുക. പല വഴികളും ഉണ്ടാവും നമ്മുടെ മുന്നിലെ. നമ്മളതൊന്നും നോക്കാത്തത് കൊണ്ടാണ്. നമ്മളത് കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാണ്. ഇപ്പം വീട്ടിൽ നിൽക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും മൾട്ടിപ്പിൾ ഇൻകം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഒരൊറ്റ വരുമാനത്തിൽ മാത്രം നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കരുത്. നമ്മൾ പല മാർഗങ്ങളും അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും കഴിവുകളുണ്ട്. നമ്മൾ ആ കഴിവ് കാണാതെ പോവാണ്. നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് അതിനകത്ത് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നല്ല രസവാ അതിനകത്ത് തന്നെ ഇരിക്കാനായിട്ട്. പുറത്തോട്ട് ഇറങ്ങുകയേ വേണ്ട. നല്ല എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഉള്ളതിലൊക്കെ തൃപ്തിയായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുവാണ്. നമ്മൾ പുറത്തേക്ക് വരണം. നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് നമ്മളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡന്റ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ആലോചിക്കുക. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. യൂട്യൂബിൽ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിന്റെ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഇൻകം നമുക്ക് ഫോക്കസ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആവണം. അതായത് സ്വയം പര്യാപ്തരാകണം. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം. എപ്പോഴും മറ്റൊരാളുടെ മുന്നിൽ എന്തെങ്കിലും നമുക്ക് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടി അവരത് മേടിച്ചു തരുന്നവരെ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയാനാ നല്ല ഭംഗിയായി സിസ്റ്റമാറ്റിക്കലി നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനുള്ള സമയം കണ്ടെത്തി നമുക്ക് ശരിക്കും നമുക്കൊരു എന്താ പറയാനാ ഓരോരോ വരുമാന മാർഗങ്ങൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിലേക്കുള്ള ഗൈഡൻസ് ആണ്, അതിലേക്കുള്ള സപ്പോർട്ടാണ് ശരിക്കും നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ റെഡി ആവേണ്ടതുണ്ട് അല്ലേ? അതിനുള്ള ക്ലാസ്സുകളാണ് ശരിക്കും ഞങ്ങള് നമ്മുടെ ക്ലാസ്സുകളിലൂടെ കുട്ടികളെ ആൾക്കാരെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. എല്ലാവരും ഈ ആക്ടിവിറ്റി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്കും കൂടി പ്രയോജനം ഉണ്ടാകട്ടെ. എൻ്റെ മനസ്സിലുള്ള ഇന്റൻഷൻ ഇത് കണ്ടാലും കണ്ടില്ലെങ്കിലും കാണുന്നവര് അറ്റ്ലീസ്റ്റ് ഒരാൾ കണ്ടാൽ പോലും അയാൾ അത് പ്രാക്ടീസ് ചെയ്ത് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ആ വീട്ടിൽ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് തന്നെയാണ് എൻ്റെ വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും വന്നിട്ട് ഇത് ചെയ്യ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണം അതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.